വിശ്വാസത്തിന്റെ രസതന്ത്രം മാത്രമായിരുന്നില്ല. സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ വിശപ്പും ജീവിതവും തിരിച്ചറിഞ്ഞ ദൈവശാസ്ത്ര സിദ്ധാന്തമായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടേത്. ചെറുപ്പത്തിൽ തന്നെ അണുബാധയേറ്റ് ഒരു ശ്വാസകോശം നഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. എന്നാൽ ആ ഹൃദയം സ്നേഹത്താലും കാരുണ്യത്താലും വളരെ വലുതായിരുന്നു. ഈശോ സഭയിൽ നിന്നുള്ള ഈ സന്യാസിയെ മാറ്റങ്ങളുടെ മാർപ്പാപ്പയെന്ന് ഉറപ്പിച്ചു വിളിക്കാം. കത്തോലിക്ക സഭ മാറ്റി നിർത്തിയിരുന്ന പല കാര്യങ്ങളും ശരിയല്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് തിരുത്താൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞു. സ്വവർഗാനുരാഗം ഒരു മാനുഷിക യാഥാർത്ഥ്യമെന്ന് അദ്ദേഹം വിലയിരുത്തി. അവരെ ആശീർവദിച്ചതിനോട് ബന്ധത്തെയല്ല, മനുഷ്യനെയാണ് താൻ അനുഗ്രഹിച്ചതെന്ന് വിശദീകരണം. Ser homosexual no es un delito. No es un delito. Sí, pero es pecado. Primero, distingamos pecado por delito. Pero también es pecado la falta de caridad con el prójimo. ¿Y vos cómo andás? ഫലസ്തീൻ സമാധാനത്തിനായി പുൽക്കൂട്ടിൽ കഫിയിൽ കിടത്തിയ ഉണ്ണിയേശു ഒരു സമാധാന പ്രഖ്യാപനമായിരുന്നു. ഐക്യ അറബ് എമിറേറ്റും വത്തിക്കാനും തമ്മിൽ സ്നേഹത്തിന്റെ പാത തുറന്നതും മാർപ്പാപ്പയുടെ നേട്ടം. എന്നാൽ അമേരിക്കൻ വെല്ലുവിളികളോട് മനുഷ്യസ്നേഹം മറക്കരുതെന്ന് ഉപദേശിക്കാനും മാർപ്പാപ്പ മറന്നില്ല. US മെക്സിക്കൻ മതിൽ നിർമ്മിച്ചപ്പോൾ സ്നേഹത്തിന്റെ പാലമാണ് സമൂഹങ്ങൾക്ക് ആവശ്യമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. സഭയ്ക്കുള്ളിലെ ശുദ്ധീകരണത്തിനായി കന്യാസ്ത്രീകളോട് പരദൂഷണം അവസാനിപ്പിക്കൂ എന്നും പ്രാർത്ഥന. ആത്മകഥയായ ഹോപ്പിൽ അദ്ദേഹം പറയുന്നു, ദരിദ്രർക്കായി ഒരു സഭയാണ് എൻ്റെ ആഗ്രഹം. അതെ, ജീവിതം മുഴുവൻ എളിമയോടെ പൂർത്തിയാക്കി മറ്റൊരു വിശ്വാസ ഗോപുരമാവുകയാണ് ഈ മാർപ്പാപ്പ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.